Hey guys, welcome back to my channel. അപ്പോൾ ഞാനൊരു ചെറിയ വീഡിയോയിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ F12ൻ്റെ വീഡിയോ ഞാൻ ഫസ്റ്റും സെക്കൻഡും പാർട്ട് ഞാട്ടുണ്ടായിരുന്നു. ആ വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ പോയി കാണുക, എന്നാലാണ് ഇത് മനസ്സിലാവുള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഒരു ചെറിയ പ്രോബ്ലം എല്ലാവർക്കും വരുന്ന ഒരു ചെറിയ പ്രോബ്ലമാണ് ഇത്. അപ്പോൾ ഇതെങ്ങനെ എന്താ പറയുക, നമുക്ക് ഓവർകം ചെയ്യാമെന്നാണ് ഞാൻ വീഡിയോയിൽ പറഞ്ഞിരുന്നത്. ഇപ്പോൾ നോക്കി വെച്ചാൽ F12 ബിഗിനേഴ്സിൽ പഠിച്ചു വരുന്ന ആൾക്കാർക്ക് വരുന്ന ഒരു പ്രശ്നമാണ്. ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് 3 ലെയർ മൂന്ന് സ്ലോട്ട്സ് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ F12 സ്ലോട്ട്സ് കഴിഞ്ഞാൽ അവസാന സ്ലോട്ട് വെച്ച് സോൾവ് ചെയ്യുമ്പോൾ നമ്മൾ ബാക്കിയുള്ളതൊക്കെ പോകും. നമ്മൾ അത് ശ്രദ്ധിക്കണം. അത് എങ്ങനെ ഓവർകം ചെയ്യാമെന്നാണ് ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത്. അപ്പോൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മളിവിടെ ഒരു ഉദാഹരണം കാണിച്ചു തരാം. ഇത് രണ്ടും നമ്മൾ തമ്മിൽ കണക്ട് ചെയ്യണം. പക്ഷേ ഈ 3 പോകാൻ പാടില്ല. ഇങ്ങനെ നമ്മൾ ചെയ്യാമെന്നാണ് കാണിച്ചു തരാം. ഇപ്പോൾ ഇതൊരു ഉദാഹരണം കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ചെയ്യണമെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ സാധാരണ നമ്മൾ ചെയ്ത് ജോയിൻ ചെയ്യാമെന്ന് പറഞ്ഞാൽ ഇത് ഇങ്ങനെ ഇത് അടി കൊടുത്തിട്ട് രണ്ടും കണക്ട് ചെയ്യാം. അപ്പോൾ കണക്ട് ചെയ്ത് അടിക്കാക്കി കഴിഞ്ഞാൽ നമ്മളിവിടെ ബാക്ക് ചെയ്ത് വെച്ചാൽ പോകും. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമുക്ക് ഇവിടെ ഒരു എന്താ പറയുക ഫ്രീ ആയിട്ടുള്ള ഒരു സ്ലോട്ട് ഉണ്ട്. ഇതൊക്കെ നമ്മൾ സോൾവ് ചെയ്താൽ അപ്പോൾ ഈ സ്ലോട്ടിൽ വേണം എല്ലാ കളിയും ചെയ്യാൻ വേണ്ടി. അപ്പോൾ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ ഇത് ഇങ്ങോട്ട് തിരിക്കുമ്പോൾ ഇതാണ് പോവുക. അപ്പോൾ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ തിരിച്ചിട്ട് ഈ സ്ലോട്ട് കാലിയായ കാരണം നമുക്ക് ഇവിടെ എന്ത് വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ നമ്മൾ ചെയ്യണമെന്ന് വെച്ചാൽ ഇത് അടി കൊടുത്തിട്ട് രണ്ട് തമ്മിൽ കണക്ട് ചെയ്യുക, എന്നിട്ട് ജോയിൻ ചെയ്യുക, എന്നിട്ട് നമുക്ക് ജോയിൻ ചെയ്യാം. അപ്പോൾ അടുത്ത സിറ്റുവേഷൻ കാണിച്ചാൽ അടുത്ത സിറ്റുവേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഇത് രണ്ടും തമ്മിൽ ജോയിൻ ചെയ്യണം. അപ്പോൾ ഇത് സാധാരണ ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇത് ഹൈഡ് ചെയ്തിട്ട് നമ്മൾ തമ്മിൽ ജോയിൻ ചെയ്യും. അപ്പോൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ മുമ്പ് ചെയ്ത് വെച്ചാൽ പോകും. അപ്പോൾ പോകാൻ പാടില്ല. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ നമ്മളിപ്പോൾ ഇത് അടിക്കാകെ ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ വരേണ്ടത് ഈ സ്ലോട്ടായിരിക്കണം. അപ്പോൾ നമ്മൾ ഇത് നൈസായിട്ട് നീക്കുക, എന്നിട്ട് സാധാരണ ഇവിടെ ഫ്രീ ആയിട്ടുള്ള സ്ലോട്ട് കൊടുന്ന് വന്നിട്ട് നമ്മൾ ഈ മൂവ് തന്നെ വീണ്ടും ചെയ്യുക. നമ്മൾ ഈ പൊസിഷൻ മാത്രം മാറ്റിയാൽ മതി, നമ്മൾ വേറെ ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഈ പൊസിഷൻ മാറ്റുക, എവിടേക്കാണോ നമ്മൾ ചെയ്യേണ്ടത് ആ സ്ഥലത്ത് എവിടെയാണോ പോകാൻ സാധ്യത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സോൾവ് ആയിട്ടുള്ള ചെയ്യാൻ പോകാൻ സാധ്യത ആ സ്ഥലത്ത് ഈ ഫ്രീ ആയിട്ടുള്ള സ്ലോട്ട് വെച്ചിട്ട് നമ്മൾ അപ്ലൈ ചെയ്യുക, രണ്ടും തമ്മിൽ കണക്ട് ചെയ്യുക, എന്നിട്ട് ജോയിൻ ചെയ്യുക. അടുത്തെന്ന് പറഞ്ഞാൽ ഇതും കണക്ട് ചെയ്യണം. അപ്പോൾ സാധാരണ നമ്മൾ ചെയ്യാറ് ഇത് മേലൊക്കെ ആക്കിയിട്ട് ഇത് രണ്ടും ഇങ്ങനെ കണക്ട് ചെയ്യും, ഇവിടെ രണ്ടും കണക്ട് ചെയ്തിട്ട് സോൾവ് ചെയ്യുക. അപ്പോൾ അത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ മുമ്പ് ചെയ്ത് വെച്ച് പോകും. അപ്പോൾ ഇവിടെ വെച്ചിട്ട് സോൾവ് ചെയ്യാൻ പാടില്ല. ഇതാണ് നമ്മൾ മേലേക്ക് ആർ മൂവ് ചെയ്യണ കൊണ്ട് ഇത് പോകും. അപ്പോൾ ഈ ആർ മൂവ് ചെയ്യേണ്ടത് ഈ ഭാഗത്തായിരിക്കണം. അപ്പോൾ നമ്മൾ ഇത് ഇവിടെ കൊണ്ടുവരിക, ഈ രണ്ട് ജോയിൻ ചെയ്യേണ്ടത് ഇവിടെ കൊടുത്തിട്ട് നമ്മൾ അങ്ങനെ ഇവിടെ ജോയിൻ ചെയ്യുക. എന്നിട്ട് നമ്മൾ അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി വിചാരിക്കുന്നു. ഞാൻ പെട്ടെന്ന് ഒരു ചെറിയ വീഡിയോയിൽ മനസ്സിലാക്കി തരാനാണ്. നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് വീണ്ടും പറയാം, കമൻറ്റ് സെക്ഷനിൽ പറയാവുന്നതാണ്. അപ്പോൾ ഇതൊരു വേഗം വെറുതെ ഉണ്ടാക്കിയതാണ്. നിങ്ങളെല്ലാവരും ചോദിക്കണം കാരണം സംഭവം എങ്ങനെ ചെയ്യേണ്ടതെന്ന് എല്ലാവർക്കും മനസ്സിലാവണം പറഞ്ഞാൽ ചെറിയ വീഡിയോയിൽ ഞാൻ പറഞ്ഞതാണ്. അപ്പോൾ നിങ്ങൾക്കിത് ക്ലിയർ ആയിട്ടില്ലെങ്കിൽ വീണ്ടും ചെയ്യാം. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോയിൽ കാണാം നമുക്ക്.